ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയരെ, ലളിത സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എപ്പോഴത്തെയും പോലെ ഗീതാശ്ലോകം ചൊല്ലിക്കൊണ്ട് നമുക്ക് രാമായണം ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവദ്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ 32 ശ്ലോകഃ. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. അല്ലയോ പാർത്ഥ, ഈ യുദ്ധം അപ്രതീക്ഷിതമായിട്ട് തുറന്നു കിട്ടിയ സ്വർഗവാതിൽ പോലെയാണ്. ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള യുദ്ധം ലഭിക്കുന്നത്. നാമത്തിലേക്ക് പോകാം. നാമം 476. ആ രക്തവർണ്ണ, ആദിമധ്യാന്തം രക്തവർണ്ണമായിട്ടുള്ളത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ ആരക്തവർണ്ണ എന്ന് വിശേഷിപ്പിക്കാം. ആ രക്ത എന്നാൽ അടിമുടി രക്തമയമായത് എന്നർത്ഥം. പിന്നെ രക്തചന്ദനം എന്ന് പറയുന്നുണ്ട്. വർണ്ണം എന്നാൽ അറിയാൻ നിറം, പുറഞ്ചട്ട, ആകൃതി, വാർപ്പ്, ഗുണം, വ്രതം, ചര്യ, അങ്ങനെയൊക്കെ അർത്ഥങ്ങളാണ് കേട്ടോ. ഈ നാമത്തിനെ അരക്തവർണ്ണ എന്നും ആരക്തവർണ്ണ എന്നും രണ്ട് രീതിയിൽ വിഭാഗം ചെയ്യാം. അരക്തവർണ്ണ എന്ന് പറയുമ്പോൾ ചായം മുക്കാത്തത്, പ്രകൃത്യ എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ്. നമുക്ക് അരക്തവർണ്ണയെ തൊട്ടുകൊണ്ട് തുടങ്ങാം. കഴിഞ്ഞ നാമത്തിൽ കണ്ഠനാളത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പ്രസ്താവിച്ചിരുന്നു അല്ലെ. ഇതിൽ പറയുന്നു അവിടെ പ്രകൃത്യ രൂപപ്പെടുന്നതാണ് വാക്ക്. അതായത് വാക്കിനോടനുബന്ധമായിട്ട് അരക്തവർണ്ണ എന്ന വ്യാഖ്യാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പ്രകൃത്യാലുള്ള ഗുണവുമാണ് അവിടെയുള്ളത്. അത് നന്മയ്ക്കോ തിന്മയ്ക്കോ എന്നത് ആ ഗുണത്തിൻ്റെ പരിണതത്തിനു മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. അത് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യാത്മാവിന് തീർച്ചയായിട്ടും ഗുണത്തിൻ്റെ പരിണതം നന്മയ്ക്കായിട്ട് വിനിയോഗിക്കുവാൻ സാധിക്കും. പര, പശ്യന്തി, മധ്യമ എന്നീ നാമങ്ങളിൽ വാക്കിൻ്റെ രൂപീകരണം വിവരിച്ചിരുന്നു. അങ്ങനെ രൂപപ്പെട്ട ആ വാക്കിൻ്റെ പ്രകൃതം കലർപ്പില്ലാത്തതാണ്, നഗ്നമാണ് എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനെ വികാരങ്ങൾക്കനുസൃതമായിട്ട് വിനിയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പ്രിയമായാലും അപ്രിയമായാലും അതിൽ ശ്രദ്ധയുണ്ടാകണം എന്നാണ് വിവക്ഷ. വാക്കുകൾ തോന്നിയതുപോലെ തോന്നിയിടത്ത് പറയാൻ പാടില്ല എന്നർത്ഥം. അത് പ്രകൃത്യാ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിനെ വികാരങ്ങൾക്കനുസൃതമായി സന്ദർഭത്തിനനുസൃതമായിട്ട് വിനിയോഗിക്കണം. മോശം വാക്കല്ലല്ലോ, സ്തുതിയല്ലേ, അപ്പോൾ തോന്നിയ പോലെ വിനിയോഗിക്കാമെന്നുള്ള ധാരണയും തെറ്റാണ്. ഇനി ആരക്തവർണ്ണയിലൂടെ നോക്കാം. കഴിഞ്ഞ നാമത്തിൽ വിഷയീഭവിച്ച രസം എന്ന ധാതുവിൻ്റെ വിസ്താരമാണ് ഡാകിനീശ്വരി എന്ന നാമം വരെ. അതായത് 484 വരെ അതിനെക്കുറിച്ചുള്ള വിസ്താരങ്ങളാണ്. ഓരോന്നും പ്രത്യേകം വിശദീകരിക്കുന്നുമുണ്ട്. വിശുദ്ധി ചക്രനിലയായിട്ടുള്ള ശക്തി അടിമുടി രക്തമയയാണ്. അതിനെ പ്രാണനായിട്ടാണ് സങ്കല്പിക്കേണ്ടത്. അമൃതനാദോപനിഷത്തിൽ ഈ ശ്ലോകം നോക്കൂ. രക്തവർണ്ണമണിപ്രഖ്യഃ പ്രാണോ വായുഃ പ്രകീർത്തിതഃ അപാനസ്തസ്യ മധ്യേതു ഇന്ദ്രഗോപാസമപ്രഭഃ സമാനസ്തസ്യ മധ്യേതു ഗോക്ഷീരധവളപ്രഭ അപാണ്ഡുരോദനാശ്ച വ്യാനോ ഹൃച്ചി സമപ്രഭഃ. ചമന്ന രത്നത്തിൻ്റെ നിറമാണ് പ്രാണവായുവിനുള്ളത്. അപാനനാകട്ടെ ഇന്ദ്രഗോപത്തിൻ്റെ നിറമാണ്. ഇന്ദ്രഗോപം എന്നത് മിന്നാമിനുങ്ങളെ പറയുന്നതാണ് കേട്ടോ. സമാനൻ പൈമ്പാല് പോലെ വെളുത്തിട്ടാണ്. ഉദാനവായുവിനെ ചാരവർണ്ണനാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വ്യാനനാകട്ടെ അഗ്നിജ്വാലയുടെ നിറമാണ്. ഭൗതികമായിട്ട് നോക്കുമ്പോൾ അത് നിറത്തിലും ചര്യയിലും രക്തവർണ്ണമാണ്.
ശരീരത്തിലെ രക്തസഞ്ചാരം മൂലമാണ് രസം നമുക്ക് അനുഭവപ്പെടുവാൻ സാധിക്കുന്നത്, അല്ലേ? കൂടാതെ സൃഷ്ടിയുടെ പ്രഭാവമായിട്ടുള്ള രജോ ഗുണത്തെ ചമപ്പിലാണ് വിശേഷിപ്പിക്കുന്നത്. ഗഹനമായിട്ട് നിരീക്ഷിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ പ്രകൃതവും ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ശരീരത്തിൻ്റെ പ്രധാന ഭാഗമായ കണ്ഠത്തിൽ നിന്ന് ആരംഭിച്ച് മുന്നേറുകയാണത്. നാം ഇവിടെ അവസാനിപ്പിക്കാം. നാമത്തിൻ്റെ ചിന്ത വാക്കുകളെ തന്നെയായിരിക്കണം. ആദ്യമേ പ്രസ്താവിച്ച ആ വാക്കുകളെ പറ്റി അങ്ങനെയുള്ള വാക്കിൻ്റെ പ്രകൃതത്തെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നാമത്തിനൊരു നിറമൊക്കെ ഉണ്ടാകുന്നത്. നമസ്കാര ശബ്ദം. ആരക്തവർണ്ണായേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരീ.